നമസ്കാരം, സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, നമ്മൾ എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായി. RRB ALPയുടെ നോട്ടിഫിക്കേഷൻ വന്നു. അതിന് എത്ര ഒഴിവുകളുണ്ട്, എന്തെല്ലാം സാധ്യതകളുണ്ട്, അതിനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തുകൊണ്ട് ഈ 2025 ALP നിങ്ങൾക്കൊരു സുവർണ അവസരമാണെന്ന് 5 കാരണങ്ങൾ അക്കമിട്ട് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ഈ 2 വീഡിയോകൾ കണ്ടിട്ട് മാത്രം വരാട്ടോ, എന്നാലേ ഇതിൻ്റെയൊക്കെ ആവശ്യകത മനസ്സിലാവുള്ളൂ. എന്തിനാ അപ്പൊ ഞാൻ ജോൺ മനസ്സിലാക്കുന്നത്, എന്തിനാ ഞാൻ പോസ്റ്റിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, എന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്തിനാ മനസ്സിലാക്കുന്നത്, ഇതൊക്കെ അറിയണമെങ്കിൽ എന്താ ALPക്ക് അപ്ലൈ ചെയ്യാൻ ഞാൻ ഓക്കെ ആണോ? ഓക്കെ, എന്തുകൊണ്ട് ഈ തവണ ALP ഇത്രയും കാര്യമാകുന്നു, എന്തെല്ലാമാണ് 5 സവിശേഷതകൾ ഇത്തവണത്തെ ALPക്ക്, ഇതെല്ലാം മനസ്സിലാവണമെങ്കിൽ ഈ പറയുന്ന 2 വീഡിയോ, ഒന്ന് നോട്ടിഫിക്കേഷൻ ഔട്ടിന്റെ വീഡിയോ, അതിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്വാളിഫിക്കേഷൻ, എലിജിബിലിറ്റി, എഡ്യൂക്കേഷൻ, ഏജ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇത്തവണത്തെ ALPയുടെ പ്രത്യേകതകൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ 2 വീഡിയോസും കാണുക. ഓക്കെ, ഈ 2 വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്, കാണുക. എന്നിട്ട് മാത്രം ഈ വീഡിയോ കാണാൻ വരിക. അപ്പോൾ നമുക്ക് ALPയിൽ ഇനി നമുക്ക് ഏത് സോൺ സെലക്ട് ചെയ്യാം, അതുപോലെ നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് കറക്റ്റ് ആയിട്ട് എങ്ങനെ അറിയാം, ഇത് രണ്ടും ഈ വീഡിയോയിൽ മനസ്സിലാവണമെങ്കിൽ ഇതിന് മുൻകൂട്ടി ആ 2 വീഡിയോസ് കണ്ടേ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് നേരെ കിടക്കാം ഈ വീഡിയോയിലേക്ക്. RRB ALPയുടെ സോൺ സെലക്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കുക, RRB എന്ന് പറയുന്നതും സോൺ എന്ന് പറയുന്നതും രണ്ട് സാധനങ്ങളാണ്. ഓക്കെ, RRB എന്ന് പറഞ്ഞാൽ ഏകദേശം 17 സോണുകളാണ് ഏതിനുള്ളത്, നമ്മുടെ ഇന്ത്യൻ റെയിൽവേസിനുള്ളത്. ആ സോണുകൾക്ക് വേണ്ടി എക്സാം നടത്തുന്ന ആളാണ് ആര്? RRB, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്. ഫോർ എക്സാമ്പിൾ, നമ്മളെല്ലാം ഉള്ള ഈ സൗത്ത് റീജിയൻ അല്ലെങ്കിൽ സദേൺ റെയിൽവേ സോൺ, ഈ സദേൺ റെയിൽവേ എന്ന് വിളിക്കുന്ന സോൺ, ഈ 7ാമത്തെ സോൺ, ഈ സോണിന് വേണ്ടി എക്സാം കണ്ടക്ട് ചെയ്യുന്നത് 2 RRBകളാണ്. ആരൊക്കെയാ? ഒന്ന് ട്രിവാൻഡ്രം RRB, അടുത്ത് ചെന്നൈ RRB. മനസ്സിലായോ? അങ്ങനെ ഓരോ RRBകളും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ RRBകള് ഒരു സോണിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ സോണിലേക്കുള്ള ഒഴിവുകൾ എടുക്കുന്ന ആളാണ് ആര്? RRB. സോ നമ്മൾ ട്രിവാൻഡ്രം, ഫോർ എക്സാമ്പിൾ, നമ്മൾ ട്രിവാൻഡ്രം RRBയിൽ എക്സാം എഴുതിയാൽ നമുക്ക് സൗത്ത് സോണിലാണ് ജോലി കിട്ടുക. ഓക്കെ, സോ RRB സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സോൺ സെലക്ട് ചെയ്യുന്നത് നമ്മൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്നതിനെ ആസ്പദമായിട്ടിരിക്കും. നിങ്ങൾക്ക് സൗത്തിൽ ജോലി ചെയ്യണം, നിങ്ങളെ വീടിന്റെ അടുത്ത് ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ RRB ട്രിവാൻഡ്രമോ RRB ചെന്നൈയോ അപ്ലൈ ചെയ്തേ പറ്റൂ. ഇനി സൗത്തിൽ നിന്ന് കുറച്ചുകൂടെ മുകളിൽ പോയാലും കുഴപ്പമില്ല, കാരണം ഈ ഭാഗത്ത് പോയാലും കുഴപ്പമില്ല, അതായത് കർണാടക, ബാംഗ്ലൂരുള്ള ഭാഗത്ത് പോയാലും കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ ബാംഗ്ലൂർ തന്നെ ഓപ്റ്റ് ചെയ്യണം. അതല്ല, കുറച്ചുകൂടെ മുകളിലേക്ക് പോയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത്, ഈ 6ന്റെ ഭാഗം, 6 ഏതാണ്? സൗത്ത് സെൻട്രൽ റെയിൽവേയിലായാലും കുഴപ്പമില്ല. സൗത്ത് സെൻട്രൽ റെയിൽവേന്റെ എക്സാം നടത്തുന്ന ആരാ? സിക്കന്ദരാബാദ് ആണ്. തൊട്ട് മുകളിൽ വരെ മുംബൈ ഒരുപാട് പേർക്ക് വേണ്ടി എക്സാം നടത്തുന്നുണ്ട്. നമുക്ക് കാണാം മുംബൈ ആർക്ക് വേണ്ടി നടത്തുന്നത്. ബേസിക്കലി മുംബൈ ഈ 17നും 8നും 9നൊക്കെ വേണ്ടിയിട്ട് എക്സാം നടത്താറുണ്ട്. സോ ഇത്രയും ഏരിയക്ക് വേണ്ടി മുംബൈ എക്സാം നടത്തുന്നുണ്ട്. സോ ഞാൻ ഏത് RRB സെലക്ട് ചെയ്യുന്നോ അതനുസരിച്ചിരിക്കും എനിക്ക് ജോലി കിട്ടുന്ന സ്ഥലം. സോ 2 കാര്യങ്ങൾ കൊണ്ട് ചെയ്യാം. ഒന്ന്, എനിക്ക് വീടിന്റെ അടുത്ത് കിട്ടണം. സോ മൈ ലൊക്കേഷൻ, എനിക്ക് എന്റെ ലൊക്കേഷൻ വച്ചിട്ട് കട്ട് ഓഫ് ഒന്നും ഒരു പ്രശ്നമല്ല. എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് എന്റെ ലൊക്കേഷൻ കിട്ടണം, ഇവിടെ അപ്ലൈ ചെയ്യാം. വേക്കൻസി നോക്കുന്നില്ല, ഒന്നും നോക്കുന്നില്ല, എനിക്ക് എന്റെ വീടിന്റെ അടുത്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കും. എത്ര കട്ട് ഓഫ് പോയാലും ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കും എന്നുള്ളവർക്ക് ലൊക്കേഷൻ നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം. അതല്ല, ഒഴിവുകൾ കൂടുതലുള്ള സ്ഥലം, 2 കാരണങ്ങളിൽ. ഒന്ന് ലൊക്കേഷൻ, 2 വേക്കൻസി കൂടുതലുള്ളടത്ത് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ കട്ട് ഓഫ് കുറയുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വേക്കൻസി കൂടുതലുള്ള സ്ഥലത്ത് അപ്ലൈ ചെയ്യാം. പക്ഷേ ഈ വേക്കൻസി കൂടുതലുള്ള സ്ഥലത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ? എല്ലാവരും അവിടെ കൊണ്ടുപോയി അപ്ലൈ ചെയ്യും. ഫോർ എക്സാമ്പിൾ, RRB ജയിക്കും. കഴിഞ്ഞ വട്ടത്തെ NTPCക്ക് സംഭവിച്ചത് എന്താ? എല്ലാവരും കൊണ്ടുപോയി ട്രിവാൻഡ്രത്ത് അപ്ലൈ ചെയ്യുന്ന പകരം ചെന്നൈയിൽ കൊണ്ടുപോയി അപ്ലൈ ചെയ്തു. എല്ലാവരും അങ്ങനെ ചെയ്തു. അപ്പൊ എന്ത് പറ്റി? ചെന്നൈയിൽ കട്ട് ഓഫ് കൂടി, ട്രിവാൻഡ്രത്ത് കട്ട് ഓഫ് കുറഞ്ഞു. എവിടെ? ചെന്നൈയിൽ ഒഴിവ് കൂടുതലാ, എന്നിട്ടും ചെന്നൈയിൽ കട്ട് ഓഫ് എന്താ ചെയ്തേ? കുറയുന്നതിന് പകരം കൂടി. ട്രിവാൻഡ്രത്ത് ഒഴിവ് കുറവാ, പക്ഷെ അവിടെ കട്ട് ഓഫ് കുറഞ്ഞു. അതെന്താ കാരണം? എല്ലാവരും കൊണ്ട് ചെന്നൈ കൊടുത്തു. സോ ഈ വേക്കൻസി വെച്ച് അപ്ലൈ ചെയ്യുന്ന നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ തവണ കുട്ടികളുടെ മനോഭാവം അനുസരിച്ചിരിക്കും. ഓക്കെ, ഓരോ തവണ മാറാം. സോ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് ജോലി വേണ്ടത് അവിടെ അപ്ലൈ ചെയ്യുക. പിന്നെ ഒരുപാട് കുറവാണെങ്കിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. ഫോർ എക്സാമ്പിൾ, ചെന്നൈയോ സിക്കന്ദരാബാദോ അപ്ലൈ ചെയ്യുക. ട്രിവാൻഡ്രത്ത് പൊതുവെ കുറവാണ്, സോ ക്വാളിഫൈ ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്. എന്നാലും നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ കയറാൻ പറ്റും, അതിലും പ്രശ്നമല്ല. സോ നമുക്ക് നോക്കാം എവിടേക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആലോചിക്കുക, നമ്മൾ സദേൺ റെയിൽവേയിലാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. സദേൺ റെയിൽവേയിലാണ്. നിങ്ങൾ ചെന്നൈയിൽ അപ്ലൈ ചെയ്താലും
അതുപോലെ ട്രിവാൻഡ്രത്ത് അപ്ലൈ ചെയ്താലും, ചെന്നൈത്ത് അപ്ലൈ ചെയ്താലും ട്രിവാൻഡ്രത്ത് അപ്ലൈ ചെയ്താലും എവിടെ അപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് സൗത്ത് റീജിയനിൽ ജോലി ചെയ്യേണ്ടി വരും. അതായത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് മദ്രാസ് അല്ലെങ്കിൽ ചെന്നൈ ഫങ്ഷൻസ് അണ്ടർ മിനിസ്ട്രി ഓഫ് റെയിൽവേസ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇറ്റ് ഈസ് പ്രൈമർലി റെസ്പോൺസിബിൾ റിക്രൂട്ടിംഗ് വർക്കിംഗ് ആൻഡ് സൂപ്പർവൈസറി സ്റ്റാഫ്, അതായത് ഗ്രൂപ്പ് സി സ്റ്റാഫ് ഇൻ ചെന്നൈ, സേനം, തിരുച്ചിറപ്പള്ളി ഡിവിഷൻസിലേക്കാണ് ചെന്നൈ RRB എക്സാം നടത്തുന്നത്. ഓക്കെ, ബേസിക്കലി സദേൺ റെയിൽവേയിൽ തന്നെ. പക്ഷെ ഇവർക്ക് വേണ്ട 3 സോൺസ് ഉണ്ട്, അല്ലെങ്കിൽ 3 സബ് സോൺസ് ഉണ്ട്, 3 ഏരിയാസ് ഉണ്ട്. അതുപോലെ ട്രിവാൻഡ്രത്തിനുണ്ട്. ഏത്? ട്രിവാൻഡ്രം, പാലക്കാട്, മധുരൈ. അതായത് സദേൺ റെയിൽവേ തന്നെ ചെന്നൈ എക്സാം നടത്തുന്നത് ചെന്നൈ, തിരുച്ചിറപ്പള്ളി, സേലത്തിലേക്കാണെങ്കിൽ അതുപോലെ ട്രിവാൻഡ്രത്തിൽ എക്സാം എഴുതുന്നവർക്ക് പൊതുവേ കിട്ടുന്നത് പാലക്കാട്, മധുരൈ, ട്രിവാൻഡ്രത്താണ്. എന്നാലും സൗത്തിൽ എവിടെ വേണമെങ്കിലും കിട്ടാം, അവരുടെ ഇഷ്ടമാണ്. ഓക്കെ, ഇപ്പൊ സദേൺ റെയിൽവേയിൽ എവിടെ വേണമെങ്കിലും കിട്ടാം. ചുരുക്കം പറഞ്ഞ ഓർത്തു വയ്ക്കുക, നിങ്ങൾക്ക് സൗത്തിൽ ജോലി ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ALP ആയിട്ട് ജോലി കിട്ടി, അസലൊക്കെ പറഞ്ഞിട്ട് ജോലി കിട്ടി, നിങ്ങൾ സൗത്തിൽ തന്നെ ഇട്ടാവട്ടത്ത് കിടന്ന് കറങ്ങണം എന്ന് ആഗ്രഹമുള്ളവർ, കാര്യം എപ്പോഴും ഫീൽഡ് ജോബ് ആയിരിക്കും. ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് ജോലി ചെയ്യാൻ പോകേണ്ടി വരും. മുംബൈ കിട്ടുന്ന ആള് മുംബൈയിൽ നിന്ന് ചിലപ്പോൾ കശ്മീരിലേക്ക് ട്രെയിൻ ഓടേണ്ടി വരും, കശ്മീരിൽ തിരിച്ചു ഓടേണ്ടി വരും. അപ്പൊ വീട്ടിൽ വരാ, അല്ലെങ്കിൽ വീടുമായിട്ടൊരു ബന്ധം വേണം, ക്വാർട്ടേഴ്സിലേക്കാൻ താല്പര്യമില്ല എന്നുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ അങ്ങനെയുള്ളവർ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയുടെ പ്രാധാന്യം അതാണ്. നിങ്ങൾ ഏതെങ്കിലും റാൻഡം സോണിൽ കൊണ്ടേ കൊടുക്കരുത്. ഇപ്പൊ JEE അപ്ലൈ ചെയ്തവരും, NTPC അപ്ലൈ ചെയ്തവരും, ഗ്രൂപ്പ് D അപ്ലൈ ചെയ്തവരും പലരും നമ്മുടെ വീഡിയോസിനിടയിൽ കമന്റ് ചെയ്യുന്നുണ്ട്, സാർ ഞാൻ അന്ന് അറിഞ്ഞില്ല, ഞാൻ അറിയാതെ സോൺ ദൂരമുള്ളത് കൊടുത്തുപോയി, ഇനി മാറ്റാൻ പറ്റുമെന്ന്. ഇനി മാറ്റാൻ പറ്റില്ല. ഒരു വട്ടം RRB സെലക്ട് ചെയ്താൽ പിന്നെ മാറ്റാൻ പറ്റില്ല. നമ്മൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞെന്ന് വിചാരിക്കുക, RRB സെലക്ട് ചെയ്തു, പേയ്മെന്റ് ചെയ്തു, പിന്നെ അത് മാറ്റാൻ പറ്റില്ല. കാര്യം ആ RRB ബേസ് ചെയ്ത് നമ്മൾ ആപ്ലിക്കേഷൻ പോകുന്നത്. സോ ആപ്ലിക്കേഷനും RRB ബേസ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ എന്താ, പിന്നെ അത് മാറ്റാൻ പറ്റില്ല. ഓക്കെ അല്ലേ? സോ RRB വൺസ് അപ്ലൈ ചെയ്താൽ മാറ്റാൻ പറ്റില്ല. കറക്ഷൻ വിൻഡോയിലും എവിടെ വെച്ചിട്ടും മാറ്റാൻ പറ്റില്ല. സോ ഈ തീരുമാനം എന്താണ്, കുറച്ച് നിർണായകമാണ്. ഓക്കെ, ബോധപൂർവം തന്നെ എടുക്കുക. സോ ഇതൊക്കെയാണ് നമ്മുടെ റെയിൽവേസ് മെയിൻ ആയിട്ട് വരിക. മുംബൈ സൗത്ത് സെൻട്രലിനും വെസ്റ്റേണും സെൻട്രൽ റെയിൽവേക്കും വേണ്ടിയിട്ട് എക്സാം നടത്തുന്നത്. ചെന്നൈ നടത്തുന്നത് സൗത്ത് റെയിൽവേക്കും ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി, അതായത് കോച്ച് ഉണ്ടാക്കുന്ന സ്ഥലത്തിന് വേണ്ടി നടത്തുന്നത്. സിക്കന്ദരാബാദ് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേക്കും സൗത്ത് സെൻട്രൽ റെയിൽവേക്കും, അതുപോലെ ട്രിവാൻഡ്രം സദേൺ റെയിൽവേക്കും വേണ്ടിയാണ് നടത്തുന്നത്. കണ്ടോ, ഈ നമ്മുടെ തൊട്ടടുത്തുള്ള 5 പേരാണ് ഇവർ. ഈ തവണ ബാംഗ്ലൂരിൽ വേക്കൻസി ഇല്ല, സോ അതിനെ പറ്റി നമ്മൾ കാര്യമായിട്ട് പറയുന്നില്ല. ഈ തവണ ബാംഗ്ലൂരിൽ വേക്കൻസി 0 ആണ്. ഓക്കെ, നോട്ടിഫിക്കേഷൻ ഔട്ട് കണ്ടവർക്ക് അറിയാം, ഈ തവണ ബാംഗ്ലൂരിൽ വേക്കൻസി ഇല്ല. സോ ബാക്കി 4 പേരെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, സൗത്തിന് ഏറ്റവും അടുത്തുള്ള, നമുക്ക് ഏറ്റവും അടുത്തുള്ള ബാക്കി 4 പേരെ കൺസിഡർ ചെയ്യാം. ഏത്? ട്രിവാൻഡ്രം, ചെന്നൈ, സിക്കന്ദരാബാദ്, മുംബൈ. അതല്ല ഭുവനേശ്വറിലും കൊൽക്കത്തയിലും അപ്ലൈ ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അതൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അപ്ലൈ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ബേസ് ഉണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ജോലി ഒന്നും പ്രശ്നമല്ല, ഒഴിവാണ് പ്രശ്നം, അവിടെ അപ്ലൈ ചെയ്യാം. എന്നാൽ നമുക്ക് നോക്കാം. ഇനി സൗത്തിലേക്ക് വരുമ്പോൾ എന്താ പ്രത്യേകത? കണ്ടോ, ബാംഗ്ലൂരിൽ ഇത്തവണ ഒഴിവില്ല, നമുക്കത് വിട്ടേക്കാം. ചെന്നൈയില് സദേൺ റെയിൽവേ, ട്രിവാൻഡ്രത്താണെങ്കിലും സദേൺ റെയിൽവേ. ചെന്നൈയിൽ പിന്നെ ICF കൂടി ഉണ്ട്, ഇന്റർഗ്രൽ കോച്ച് ഫാക്ടറിയും കൂടി ഉണ്ട്. മുംബൈ ഈ 3 സോണിലേക്കും സിക്കന്ദരാബാദ് 2 സോണിലേക്കുമാണ് ആപ്ലിക്കേഷൻ എടുക്കുന്നത്. ഓക്കെ, ഒഴിവുകൾ നോക്കിനി ഇന്ത്യയിൽ മൊത്തം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒഴിവുള്ളതും നമുക്ക് അടുത്തുള്ള സിക്കന്ദരാബാദിൽ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഒഴിവുള്ള സിക്കന്ദരാബാദ് തന്നെയാണ്. എത്ര? ഏകദേശം 1500 ഒഴിവുകളിലേക്ക് എക്സാം എഴുതാം. എവിടെ? കണ്ടോ, SCRലും ECORലും. ഓക്കെ, ഏതാ? സൗത്ത് സെൻട്രൽ റെയിൽവേയിലും, ഓക്കെ, സൗത്ത് സെൻട്രൽ റെയിൽവേയിലും ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയിലും. ഓക്കെ, SCRലും ECORലും ഏകദേശം 1500ഓളം വേക്കൻസീസ് ഉള്ള സിക്കന്ദരാബാദ് ആണ് ഇത്തവണ ടോപ്പ് വേക്കൻസി ഉള്ള സ്ഥലം. ഓക്കെ, ഇനി നമ്മുടെ തൊട്ടടുത്തുള്ള സദേൺ റെയിൽവേയിലെ ട്രിവാൻഡ്രത്ത് 148 ഒഴിവും, പിന്നെ ചെന്നൈയിൽ 362 ഒഴിവ്. മൊത്തം മുംബൈയിൽ എത്ര ഒഴിവുണ്ട്? മൊത്തം മുംബൈയില് 720 ഒഴിവ്. സിക്കന്ദരാബാദ് 1500, ട്രിവാൻഡ്രം 148, ചെന്നൈ 362. ഇത്രയും ഒഴിവുകളാണ് ഉള്ളത്. ബാംഗ്ലൂർ ഒഴിവില്ല. നമ്മള് വേക്കൻസീസ് നിയർ ടു കേരള നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാ. ഇനി മൊത്തത്തിൽ വേക്കൻസി നോക്കുമ്പോൾ എന്താ? മൊത്തത്തിൽ നോക്കുമ്പോൾ സിക്കന്ദരാബാദ് ഫസ്റ്റിലേക്കാണ്, മുംബൈ ഏകദേശം സെക്കൻഡിൽ നിൽക്കാണ്. പിന്നെ ഏതാ? ഭുവനേശ്വറിൽ കണ്ടാൽ അറിയാം നിങ്ങൾക്ക്, ഏകദേശം 1000ഓളം വേക്കൻസീസ് ഉണ്ട്. കണ്ടോ, റാഞ്ചിയിൽ നോക്കിയാൽ അറിയാം, ഏകദേശം 1500ഓളം വേക്കൻസീസ് റാഞ്ചിയിലും ഉണ്ട്. സോ അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം, നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. കൂടുതൽ ഒഴിവുള്ള വേറെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുക, സിക്കന്ദരാബാദിലും റാഞ്ചിയിലാണ് കൂടുതൽ ഒഴിവുള്ളത്. പക്ഷെ റാഞ്ചി ദൂരം കൂടുതലാ. കണ്ടോ, റാഞ്ചിയിൽ ഏകദേശം 1300-അടുത്ത് ഒഴിവുണ്ട്. സിക്കന്ദരാബാദിൽ ഏകദേശം 1500-അടുത്ത് ഒഴിവുണ്ട്. പക്ഷെ കാര്യമുണ്ടോ? ദൂരം കൂടുതലാണ്. റാഞ്ചി എന്ന് പറഞ്ഞാൽ ജാർഖണ്ഡിലാണ് വരാം, ജാർഖണ്ഡ് തലസ്ഥാനമായിട്ടാണ് വരാം. ഓക്കെ, കണ്ടോ, റാഞ്ചി ഏകദേശം ഈ ഒരു ഏരിയയിലുള്ളതിനാണ് റാഞ്ചിയിൽ വരാം. സോ ഈ ഒരു ഏരിയയിൽ ജോലി ചെയ്യേണ്ടി വരും.
ബുദ്ധിമുട്ടല്ലേ? കണ്ടോ, റാഞ്ചി. അതൊരു ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ കേരളത്തിനോട് ഏറ്റവും അടുത്തുള്ള 4 സോൺസ് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി വെച്ച് അപ്ലൈ ചെയ്യാൻ നോക്കിയാൽ സിക്കന്ദരാബാദ് ആണ് നല്ലത്. അതല്ലെങ്കിൽ സേഫ് ഓപ്ഷൻ ചെന്നൈയോ അല്ലെങ്കിൽ മുംബൈയോ ഒക്കെ ആവാം. ചെന്നൈയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തവണ സിക്കന്ദരാബാദ് തൊട്ട് മുകളിലുള്ളതുകൊണ്ട് കുട്ടികൾ മൊത്തം സിക്കന്ദരാബാദിൽ അപ്ലൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ ചെന്നൈ ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പഠിച്ചെടുത്തോളാം എന്ന് മൈൻഡുള്ള കുട്ടികൾക്ക് ട്രിവാൻഡ്രവും ഓപ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി കട്ട് ഓഫ് വെച്ച് നോക്കുമ്പോഴോ കഴിഞ്ഞ വട്ടം ബാംഗ്ലൂർ 2024 ALPയില് ബാംഗ്ലൂർ ഉണ്ടായിരുന്നത് 1500 വേക്കൻസീസ് ആണ്. ഏകദേശം 58 കട്ട് ഓഫ് വന്നു. ചെന്നൈയിൽ 400 വേക്കൻസി ഉണ്ടായിട്ട് പോലും, അല്ലെങ്കിൽ 500 വേക്കൻസി ഉണ്ടായിട്ട് പോലും 50 കട്ട് ഓഫേ വന്നുള്ളൂ. 50 മാർക്കേ കട്ട് ഓഫ് വന്നുള്ളൂ. ഓക്കെ, പിന്നെ മുംബൈയിൽ 1500 വേക്കൻസി ഉണ്ടായിട്ടും 57 വന്നുള്ളൂ. സിക്കന്ദരാബാദിൽ 1900 വേക്കൻസീസ് ഉണ്ടായി, എന്നിട്ട് 56 വന്നത്. 233 വേക്കൻസീസ് മാത്രമുള്ള ട്രിവാൻഡ്രത്ത് കണ്ടോ 48 വന്നേ. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം, ഒഴിവുകളും വേക്കൻസി തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ഉണ്ടോ? അതിന്റെ കാരണം എന്താ? ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ വട്ടം അപ്ലൈ ചെയ്ത കുട്ടിയാണെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ട് വിചാരിക്കും സിക്കന്ദരാബാദിൽ നല്ല ഒഴിവുണ്ട്, പോയി അവിടെ അങ്ങ് എഴുതിയേക്കാം. അങ്ങനെ ഉള്ള പഠിപ്പിച്ച പിള്ളേർ മൊത്തം പോയി സിക്കന്ദരാബാദിൽ എഴുതി. 56 കട്ട് ഓഫ് ആയി. അവിടെ കട്ട് ഓഫ് കൂടി. ആ സമയത്ത് ട്രിവാൻഡ്രത്ത് എഴുതാൻ കുട്ടികൾ കുറവായതുകൊണ്ട് കട്ട് ഓഫ് കുറഞ്ഞു. സോ സോൺ സെലക്ട് ചെയ്യുമ്പോൾ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ലൊക്കേഷൻ നോക്കാം. നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ലൊക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ചെന്നൈയോ ട്രിവാൻഡ്രോ കൊടുക്കാം. വേണമെങ്കിൽ സിക്കന്ദരാബാദും കൺസിഡർ ചെയ്യാം. എന്നിട്ട് കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുക. ഏതെടുത്തോ 60ന് മുകളിൽ കട്ട് ഓഫ് പോയിട്ടുണ്ടോ? ഇല്ല. 60 മാർക്കിന്റെ മുകളിൽ എവിടെയും കട്ട് ഓഫ് പോയിട്ടില്ല. ഈ തവണ ഒരു 65 പോട്ടെ. കാര്യം എന്താ? വേക്കൻസി കുറവാണ്. കഴിഞ്ഞ വട്ടം ഏകദേശം 18,000-ഓളം വേക്കൻസീസ് ഉണ്ടായി. ഈ തവണ വേക്കൻസീസ് കുറവാണ്. അതുകൊണ്ട് എന്താ, ഒഴിവ് കുറച്ച് കുറഞ്ഞേക്കാം, കട്ട് ഓഫ് കുറച്ച് കൂടിയേക്കാം. എന്നാലും ഒരു 65-നുള്ളിൽ എല്ലായിടത്തും കട്ട് ഓഫ് വരുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളൊരു 70 to 80 മാർക്സിന്റെ ഗ്യാപ്പ് ഇട്ടിട്ട് പഠിക്കുക. എന്നിട്ട് ചെന്നൈയോ ട്രിവാൻഡ്രോ സിക്കന്ദരാബാദോ കൊടുക്കുക, മാറ്റി വയ്ക്കുക, ഇരുന്ന് പഠിക്കുക. സോണിന് അത്ര വലിയ പ്രസക്തി ALPയുടെ കാര്യത്തിൽ ഇല്ല എന്ന് വേണം പറയാൻ. കാര്യം എന്താ? ഇത് കണ്ടാൽ അറിയാലോ, 233 ഒഴിവ് മാത്രമല്ല. അതായത് ചെന്നൈയുടെ പകുതി ഒഴിവുള്ളിടത്തും ചെന്നൈയുടെ സെയിം ഒഴിവുള്ളിടത്തും, അതായത് 500 ഒഴിവുള്ളിടത്തും 250 താഴെ ഒഴിവുള്ളിടത്തും സെയിം കട്ട് ഓഫ് ഏകദേശം. സോ എന്ത് മനസ്സിലാക്കാം, സോണിന് അങ്ങനെ വലിയ പ്രത്യേകതയൊക്കെ ഉണ്ടോ? ഇല്ല. നിങ്ങളുടെ ലൊക്കേഷൻ വെച്ചിട്ട് നിങ്ങളുടെ താല്പര്യം വെച്ചിട്ട് ഒരു സോൺ കൊടുക്കുക. ഇനി എവിടെ നോക്കിയാലും ഏകദേശം 60ന്റെ ഉള്ളിലാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഒരു 70+ പ്ലാൻ ചെയ്യുക, പഠിക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അതാണ് സോണിന്റെ കാര്യം. സോ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മനസ്സിലാക്കി, നിങ്ങൾ വേക്കൻസി മനസ്സിലായി, നിങ്ങൾക്ക് ഇത്തവണത്തെ വേക്കൻസി മനസ്സിലാക്കി, നിങ്ങളൊരു സോൺ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സോൺ സെലക്ട് ചെയ്യുക, മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കുക. ഒരു 70+ സ്കോറെങ്കിലും മനസ്സിൽ കാണുക, മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കുക. ഓക്കെ, അതിനൊരു സ്റ്റഡി പ്ലാൻ വരുന്നുണ്ടാവും കേട്ടോ. ഡീറ്റെയിൽ സ്റ്റഡി പ്ലാൻ വരുന്നുണ്ടാവും. എങ്ങനെ പഠിക്കണം, മാത്സ് എങ്ങനെ പഠിക്കണം, റീസണിംഗ് എങ്ങനെ പഠിക്കണം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് സ്റ്റഡി പ്ലാൻ വരുന്നുണ്ടാവും. നിങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്യുക. തൽക്കാലം ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സിലായിരിക്കും നിങ്ങളുടെ ശ്രദ്ധ മൊത്തം. കാര്യം ഈ ആപ്ലിക്കേഷൻ വലിയൊരു പോയിന്റ് ആപ്ലിക്കേഷൻ. ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റ് അല്ലെങ്കിൽ, നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, മെഡിക്കൽ സ്റ്റാൻഡേർഡിന്റെ സ്റ്റേജിലും DVയുടെ സ്റ്റേജിലും ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സ്റ്റേജിലും പുറത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതെല്ലാം പഠിച്ച് എല്ലാം കൊണ്ട് അവിടെ ചെന്നിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ കാരണം കൊണ്ടോ മെഡിക്കലിന്റെ കാരണം കൊണ്ടോ പുറത്താവാൻ പാടില്ല. നമ്മുടെ കുട്ടികൾ അതിന് വേണ്ടിയിട്ട് എല്ലാം സജ്ജരായിട്ട് പോകാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഇതെല്ലാം കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഈ ഇൻസൈറ്റ്സ് എല്ലാം നമ്മൾ വീഡിയോ ചെയ്യുന്നത്. മനസ്സിലാക്കുക സോൺ എങ്ങനെ, മെഡിക്കൽ എങ്ങനെ. ഓക്കെ, ഇനി മെഡിക്കലിലേക്ക് കടക്കുകയാണെങ്കിൽ A1 മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് വേണ്ടത്. അതായത് ഏറ്റവും ഹയർ സ്റ്റാൻഡേർഡ് ആണ്. റെയിൽവേയിൽ തന്നെ ഏറ്റവും ഹയർ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. അതായത് കണ്ണട വയ്ക്കുന്ന കുട്ടികൾക്ക് പറ്റില്ല. 6x6 വിഷൻ വേണം. ഓക്കെ, ഫോഗിംഗ് ടെസ്റ്റ് നടത്തുന്നുണ്ടാവും, നിയർ വിഷൻ, ഡിസ്റ്റന്റ് വിഷൻ ടെസ്റ്റ് നടത്തുന്നുണ്ടാവും. അതല്ല നിങ്ങളുടെ മെഡിക്കൽ ആയിട്ടുള്ള ബാക്കിയെല്ലാം ഇയറിംഗ് ടെസ്റ്റ് മുതൽ പിടിച്ച എല്ലാ ടെസ്റ്റും ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതിൽ കളർ വിഷൻ ടെസ്റ്റ്, ബൈനോക്കുലർ വിഷൻ ടെസ്റ്റ്, ഫീൽഡ് വിഷൻ ടെസ്റ്റ്, നൈറ്റ് വിഷൻ ടെസ്റ്റ്, അങ്ങനെ എല്ലാ ടെസ്റ്റും ചെയ്യുന്നുണ്ടാവും. ഏകദേശം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഉള്ള ആൾക്ക് മാത്രമേ ഇന്ത്യൻ റെയിൽവേസിന്റെ ട്രെയിൻ ഓടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആവാൻ പറ്റുള്ളൂ. അയാളുടെ സെൻസറി ഓർഗൻസ് എല്ലാം പെർഫെക്റ്റ് ആയാലേ പറ്റുള്ളൂ. റിസ്ക് എടുക്കാൻ തീരെ താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ റെയിൽവേ തീരെ റിസ്ക് പാടില്ല എന്ന് വെച്ചേക്കുന്ന ഒരു ജോലിയാണ്. സോ ഡീറ്റെയിൽ ആയിട്ട് മെഡിക്കൽ സ്റ്റാൻഡേർഡ് A1 എന്താണ്, എന്തെല്ലാം വേണം എന്നറിയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഓക്കെ, നമ്മൾ റെയിൽവേ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് വേണ്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണുക. ഇത് പോയി കാണുക, നിങ്ങൾക്ക് മെഡിക്കലായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ട് ഉള്ള ആൾക്കാർക്ക്, ഞാൻ ഇതിന് ക്വാളിഫൈ ചെയ്യാൻ റെഡി ആണോ, എന്റെ കാര്യങ്ങളൊക്കെ ഇതിന് ഓക്കെ ആണോ എന്ന് സംശയമുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ പോയി കാണാം.
ഓക്കെ, പിന്നീട് ആലോചിക്കുക ലാസ്റ്റിക് ചെയ്തവര്, സാറേ എന്റെ 6x6 ഉണ്ട്, പക്ഷെ ഞാൻ ലേസർ ചെയ്തിട്ടാണ് 6x6 ആയെങ്കിൽ പറ്റില്ല, അവർ ഔട്ടാണ്. അതുപോലെ PWD കുട്ടികളും ഔട്ടാണ്. കാര്യം ഫുള്ളി ഫിറ്റ് ആയവർക്ക് മാത്രമേ ALP പോലെയുള്ള ജോലി ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ഇത് ഫീൽഡ് വർക്കാണ്, ഹൈ റിസ്ക് ഇൻവോൾവ് ചെയ്യുന്ന ജോലി ആയതുകൊണ്ട് തന്നെ അങ്ങനെ മാത്രമേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ വീഡിയോ റെക്കമെൻഡഡ് വീഡിയോ ആണ്, ഈ വീഡിയോ മസ്റ്റ് വാച്ച് ആണ്, ഇത് പോയി കാണുക. ഈ വീഡിയോ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് കിട്ടും. നേരത്തെ നമ്മൾ സോൺ കണ്ടുപിടിച്ചു, ഇപ്പോൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ് കണ്ടുപിടിച്ചു. ഇനി നിങ്ങൾക്ക് ഏതൊക്കെ ഡോക്യുമെന്റ് കയ്യിൽ സെറ്റ് ആണെന്നും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് പോയി അപ്ലൈ ചെയ്യാം. പിന്നെ പഠിക്കാനിരിക്കാൻ മുന്നേ നോക്കേണ്ട കാര്യങ്ങൾ നോക്കുക, അത് കഴിഞ്ഞിട്ട് പഠിക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കുക, പിന്നെ പഠിക്കാനിരിക്കുക. ഈ 3 കാര്യങ്ങളാണ് ഒരു ALP സ്റ്റുഡന്റ് മനസ്സിൽ വെക്കേണ്ടത്. നല്ല ശമ്പളമുള്ള നല്ല പാക്കേജ് ഉള്ള ഒരു ജോലിയാണ് ALP. നമ്മൾ നോട്ടേഷൻ ഔട്ടിന്റെ വീഡിയോയിൽ പറഞ്ഞതാണ് ഡീറ്റെയിൽ ആയിട്ട്. സോ ഈ അവസരം മിസ് ചെയ്യരുത്. തന്നെയല്ല PSC പോലെ നിയമനം വൈകുന്ന അവസ്ഥയോ ഒന്നും ഇവിടെ ഇല്ല. എല്ലാം കൊല്ലം കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ടോ, ഇപ്പൊ 25 തന്നെ ജോലി കിട്ടും. CBT 1 CBT 2 കഴിഞ്ഞ് CBAT കഴിഞ്ഞാൽ നേരെ ജോലിയിലേക്ക് പ്രവേശിക്കാം. നിങ്ങളുടെ മെഡിക്കലും DVM ഒക്കെ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാം. ഒരുപാട് വൈകാൻ സാധ്യതയില്ല. തന്നെയല്ല പുതിയ ശമ്പള പരിഷ്കരണം വരുന്നു, 8th പേ കമ്മീഷൻ വരുന്നു, വീണ്ടും ശമ്പളം കൂടാനുള്ള സാധ്യതയുണ്ട്. സോ ഒരുപാട് അവസരങ്ങളുണ്ട്. നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യുക, ആ 5 ALPയുടെ 5 ഈ തവണത്തെ സുവർണ അവസരമായുള്ള 5 കാരണങ്ങളും പോയി കാണുക, മനസ്സിലാക്കുക. സോ ഈ ALP ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് 2 കോഴ്സുകൾ, ഒന്ന് CBT 1 മതി എന്ന് പറയുന്ന കുട്ടികൾക്ക്, ഞാൻ സ്റ്റേജ് 1 കയറട്ടെ എന്നിട്ട് ഞാൻ ബാക്കി ആലോചിക്കാം എന്ന് പറയുന്ന കുട്ടികൾക്ക് CBT 1ന്റെ ഒരു എക്സ്ക്ലൂസീവ് ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന് ജോയിൻ ചെയ്യാം. സോ അതിൽ വേണ്ട കോഴ്സ് ഫീച്ചേഴ്സ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സസ്, ടെസ്റ്റുകൾ, കറണ്ട് അഫെയറിന് പ്രത്യേകം സെഷൻസ്, ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ, മാത്സിനും റീസണിങ്ങിനും പ്രത്യേകമായിട്ടുള്ള വർക്ക് ബുക്സ് ഉൾപ്പെടെയുള്ള പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റീസ്, പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യൂ കാർഡ് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ്സ് പോലത്തെ കാര്യങ്ങൾ, ചില പ്രത്യേക ഏരിയാസിന്, വാസ്റ്റ് ആയിട്ടുള്ള ഏരിയാസിനുള്ള ഷോർട്ട് നോട്ട്സ്, അതുപോലെ കറക്റ്റ് ആയിട്ടുള്ള ഡൗട്ട് റെസൊല്യൂഷൻ, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു ALPയുടെ CBT 1 ബാച്ച് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതല്ല, കോംപ്രിഹെൻസീവ് ആയിട്ട് RRB ALP ടെക്നീഷ്യൻ, വയർമാൻ പോലുള്ള ട്രേഡുകൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് കോംപ്രിഹെൻസ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫുൾ ബാച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിലും ടെക്നിക്കലിനും നോൺ ടെക്നിക്കലിനും വേണ്ട പ്രത്യേക ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോൺ ടെക്നിക്കലിനും പ്രത്യേകമായിട്ടുള്ള, രണ്ടും വ്യത്യസ്തമായിട്ട് വേണം പഠിക്കാൻ, അല്ലെ? ട്രേഡും നോൺ ടെക്നിക്കൽ, ഹിസ്റ്ററി, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, ജോഗ്രഫി, ഇതെല്ലാം മാറ്റി വേണം പഠിക്കാൻ. അതുപോലെ ടെക്നിക്കൽ വിഷയമായിട്ടുള്ള ഇലക്ട്രിക്കൽ ആയാലും വയർമാൻ ആയിട്ടും അതിന് വേണ്ട ടെക്നിക്കൽ ട്രേഡ് വിഷയങ്ങൾ വേറെ വേണം പഠിക്കാൻ. സോ അതിന്റെ എല്ലാത്തിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വായിക്കുക, ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക. നമുക്ക് എന്തായാലും കുറച്ച് സമയം കിട്ടും പരീക്ഷയ്ക്ക്, ഒരു 5 to 6 months കിട്ടും. സോ അതിനുള്ളിൽ പഠിച്ചു തീർക്കാനുള്ള സമയമുണ്ട്. അത് ഏതായാലും ഉറപ്പാണ്. കട്ട് ഓഫും കുറവാണ്, തരക്കേടില്ലാത്ത ഒഴിവുകളും ഉണ്ട്. സോ എത്രയും പെട്ടെന്ന് ഇതുപോലെയുള്ള അവസരങ്ങളുടെ ഭാഗവാക്കാവുക, എത്രയും പെട്ടെന്ന് ഓഫീസിലേക്ക് വിളിക്കുക, നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു കാര്യങ്ങൾ അന്വേഷിക്കുക. നമ്മൾ ഇതിന്റെ പുറകെ വീഡിയോസ് ഇടുന്നുണ്ടാവും. നമ്മുടെ യൂട്യൂബ് ചാനലിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് വീഡിയോസും നമ്മുടെ ഓറിയന്റേഷൻ വീഡിയോസും എല്ലാം കാണാം. എല്ലാം കാണുക, അറിയുക, മനസ്സിലാക്കുക, എന്നിട്ട് മാത്രം തീരുമാനം എടുക്കുക. സോ എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.